മമ്മൂട്ടിക്ക് വസ്ത്രങ്ങളോടും ഇലക്ട്രോണിക് സാധനങ്ങളോടുമുള്ള കമ്പം വളരെ പ്രശസ്തമാണ്. ഏറ്റവും പുതിയത് തൻ്റെ പക്കൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുമാണ്. അങ്ങനെയുള്ള മമ്മൂട്ടി ഒരു സിനിമയിൽ സൂപ്പർ സംവിധായകനുമായി വസ്ത്രത്തിൻ്റെ പേരിൽ ഉടക്കുണ്ടായി. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ സീരിയൽ കാണുമ്പോൾ അതിൽ ചില കഥാപാത്രങ്ങൾക്ക് യോജിക്കാത്ത തരത്തിലുള്ള വസ്ത്രധാരണം നാം കാണാറുണ്ട്. അത് ഏറ്റവും ഉദാഹരണം സീരിയലിലാണ്. ഇപ്പോൾ സീരിയലിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്, സിനിമയെക്കുറിച്ചാണെന്ന് ആലോചിക്കണം. അപ്പോൾ സിനിമയിൽ തന്നെ ആയാലും ഒരു സാധാരണക്കാരനായാൽ പോലും കഥാപാത്രം അത് ഇവിടുത്തെ സൂപ്പർ നായകന്മാർ അല്ലെങ്കിൽ അവർക്ക് തൊട്ടുള്ള നായകന്മാർ ഒക്കെ ഒരു ഷർട്ട് ഇടുമ്പോൾ ആ ഷർട്ട് ബ്രാൻഡഡ് ഷർട്ടാണ് അവർ ഉപയോഗിക്കാറെന്ന് ആലോചിക്കണം. ഏത് ഐറ്റവും ഷർട്ടായാലും ഈ പാൻ്റായാലും മുണ്ടായാലും മറ്റേ ചെരുപ്പായാലും എന്തായാലും ബ്രാൻഡഡ് സാധനങ്ങൾ വൺസ് യൂസ് ആണെന്ന് ആലോചിക്കണം. ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കളയാനുള്ള സാധനങ്ങളാണെന്ന് ആലോചിക്കണം. അത് അല്ലെങ്കിൽ അത് സമ്മതിക്കില്ല, തിരിച്ചയക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ മമ്മൂട്ടിക്കാണെങ്കിൽ കളർഫുള്ളായ വേഷങ്ങൾ ധരിക്കാനാണ് ഇഷ്ടം. അത് സിനിമയിൽ അത്തരം വേഷങ്ങൾ കിട്ടിയാൽ ആൾ വളരെ ഹാപ്പിയാണ്. അതിൻ്റെ പേരിൽ ഇത്തിരി പ്രതിഫലം കുറയ്ക്കാനും ഒരു മടിയൊന്നുമില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ? മമ്മൂട്ടിക്ക് മലയാള സിനിമ വിട്ട് തമിഴ് സിനിമയിൽ കുറേ അവസരം കിട്ടി, നല്ല അവസരങ്ങൾ. ചിന്ന വേഷമൊന്നുമല്ല, സൂപ്പർ ഡയറക്ടർമാരുടെ മണിരത്നത്തിൻ്റെയും ബാലചന്ദ്രൻ്റെയും സിനിമ കിട്ടി. ആലോചിച്ച് നോക്കണേ. കോളടിച്ചു എന്ന് പറയുന്ന പോലെയാണ്. മുള്ളിച്ചൂടാ മന്നന്മാരാണ് തമിഴ് സിനിമയിലെ ഈ രണ്ട് പേരെന്ന് ആലോചിക്കണം. അപ്പം മമ്മൂട്ടിക്കൊരാഗ്രഹം ഉണ്ടായി, തമിഴ് സിനിമയാണ്, ഈ സംവിധായകയിൽ കൂടെ തൻ്റെ ഇമേജും വർദ്ധിക്കും. അപ്പം കളർഫുള്ളായിട്ട് കുറേ വേഷം ചെയ്യാൻ പറ്റും. അതായൊരു ഇത്. അപ്പം ആ കളർഫുൾ വേഷമിട്ട് വെറൈറ്റി വേഷത്തിലൂടെ വന്ന് തമിഴ് സിനിമയിലെ ആരാധകരുടെ ഒരു നിര തന്നെ ഉണ്ടാക്കാം എന്നൊരാഗ്രഹം ഉണ്ടായി. അതെപ്പോഴാണെന്ന് കൂടി ആലോചിക്കണം. അമരം റിലീസ് ചെയ്ത് അതിൻ്റെ വിജയ ലഹരിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത്തരം സിനിമകൾ വന്നത്. അങ്ങനെ വന്ന് അന്ന് മമ്മൂട്ടി മദ്രാസിൽ സ്വന്തം വീട്ടിൽ അടയാർ ഭാഗത്ത് ഉള്ള വീട്ടിലാണ് താമസിച്ചിരുന്നത്. അന്ന് ബാലചന്ദ്രൻ്റെ സിനിമയുടെ ലൊക്കേഷൻ, ആ ലൊക്കേഷനിൽ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. അവിടെ ഒരു സാധാരണ വലിയ ബഹളങ്ങളൊന്നുമില്ല. ബാലചന്ദ്രൻ ഇത്രയും പ്രശസ്തനായ സംവിധായകനാണ്, വലിയ ബഹളങ്ങളൊന്നുമില്ല. മമ്മൂട്ടി ചെല്ലുന്നു, മമ്മൂട്ടി എങ്ങനെ സ്വീകരിച്ചിരുന്നു, അവർ സംസാരിക്കുന്നു ഓരോരോ കാര്യങ്ങൾ. പിന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണത്. ഇതൊക്കെ നമ്മളൊരു കാഴ്ചക്കാരനായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണത്. കാരണം ആ തമിഴ് സംവിധായകൻ ബാലചന്ദ്രൻ ഇത്രയും വലിയ സംവിധായകനായിട്ട് പോലും മമ്മൂട്ടി എന്നുള്ള നായക നടനോട് കാണിക്കുന്ന താല്പര്യം, സ്നേഹം, റെസ്പെക്റ്റ്, ഇതൊന്നും നമുക്ക് കാണാതിരിക്കാൻ വയ്യ. മൊത്തത്തിൽ തമിഴ് സിനിമ അങ്ങനെയാണത്. താരങ്ങളെ ആരാധിക്കുന്ന ഒരു പ്രവണത തമിഴ്നാട്ടിലുണ്ടെന്ന് ആലോചിക്കണം. അങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഭരിക്കുന്നവർക്കും ഭരണകർത്താക്കൾക്കും ഈ അഭിനേതാക്കൾ പ്രത്യേക താല്പര്യമുണ്ട്. അവിടെ നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലാണ് പുച്ഛം. ചില ഉദ്യോഗസ്ഥന്മാർക്ക്, ചില ആൾക്കാർക്ക് മമ്മൂട്ടി, മോഹൻലാൽ ഇങ്ങനെ പുച്ഛിച്ച് ചെയ്യും. അവിടെ നമ്മൾ ഒരു വണ്ടി ഓടിച്ചു പോവുകയാണ്, മമ്മൂട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറൊരാളായിട്ടെ കാർ ഓടിച്ചു പോയിന്ന് ലൈൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവർ പറയും, സാർ ഈ വഴിക്കല്ല പോകേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ പൊക്കോളൂ, നാളെ ഇങ്ങനെ വരരുത് എന്ന് ആശ്വാസ വാക്കുകൾ പറഞ്ഞ് സെല്യൂട്ട് അടിച്ചിട്ടാണ് പറഞ്ഞയക്കുക. ഇവിടെയാണെങ്കിലോ അവിടെ നിൽക്കട്ടെ, കുറച്ച് നേരം അവിടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ ബോസൊക്കെ കാണിക്കുന്ന ആൾക്കാരല്ലേ എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാറാണ് അവർ. രണ്ട് സംസ്ഥാനങ്ങളിലെയും ആൾക്കാർക്കുള്ള ആരാധനയുടെ വ്യത്യാസം തന്നെയാണത്. അപ്പം പറഞ്ഞു വരുന്നത് ബാലചന്ദ്രൻ്റെ സിറ്റിയിലെ സംഭവങ്ങളാണ്. അപ്പോൾ ബാലചന്ദ്ര കഥാപാത്രത്തെക്കുറിച്ച് തോന്നുന്നു, ഇന്നെടുക്കുന്ന സീനിനെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ മമ്മൂട്ടി ഇങ്ങനെ കണക്ക് കൂട്ടി, ഇന്ന സീനിൽ ഇന്ന ഡ്രസ് കളർഫുൾ,
അടുത്ത സീനിൽ വേറെ കളർ ഡ്രസ്സ്, ഇങ്ങനെ കണക്കൂട്ടി നിൽക്കുകയാണത്. അപ്പോൾ മമ്മൂട്ടി ഓക്കെ അല്ലേ? മമ്മൂട്ടി പറയും ഞാൻ ഓക്കെയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ മമ്മൂട്ടിക്ക് ഡ്രസ്സ് കൊണ്ടു കൊടുക്കുന്നു, ഒരു സാധാരണ ഷർട്ടും മുണ്ടും. മമ്മൂട്ടി കുറച്ച് നേരം സൂക്ഷിച്ച് നോക്കി. ബാലേന്ദ്രൻ നോക്ക്, കാരണം ഈ ഡ്രസ്സ് തനിക്ക് തന്നെയാണോ അതോ തെറ്റിക്കൊണ്ടുവന്നാണോ, ആ ഒരു ഡൗട്ടായിട്ടുള്ളൂ. അപ്പോൾ കൊണ്ടുവന്ന ആ വസ്ത്രാലങ്കാരത്തിൻ്റെ ചെറുപ്പക്കാരോട് ചോദിച്ചു, എനിക്ക് തന്നെ? ആമാ സാർ. അപ്പോൾ വീണ്ടും ബാലേന്ദ്രൻ നോക്കി, ഇത് ചോദിക്കാൻ പറ്റൂ, ഇതാണ് തൻ്റെ വേഷം, ഇതാണ് താൻ വിചാരിച്ച കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സുകളെല്ലാം, ഇവിടെയും തനിക്ക് ഇങ്ങനെ തന്നെയാണോ എന്ന് നിൽക്കുമ്പോൾ ഒരു സീൻ എടുത്തു കഴിഞ്ഞ് സീനെക്കുറിച്ച് സംസാരിച്ച് മമ്മൂട്ടി നന്നായിട്ടുണ്ട് കേട്ടോ, ഫസ്റ്റ് ടേക്കിലൊക്കെ നിങ്ങൾ ഓക്കെ ആയിരിക്കുന്നു, നിങ്ങളുടെ മുഖത്ത് ഇങ്ങനെ നോക്കി നിൽക്കാൻ, ഞാൻ സത്യത്തിൽ നിങ്ങളുടെ അഭിനയം കണ്ടിങ്ങനെ നിൽക്കുകയായിരുന്നു. ആ മുഖത്ത് വരുന്ന ഭാവമാറ്റങ്ങൾ സത്യത്തിൽ ഞാൻ കട്ടുപോലും പറയാൻ മറന്നു ആലോചിക്കണം. ഇങ്ങനെയൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ ഇതൊരവസരമായി കരുതി മമ്മൂട്ടി ചോദിച്ചു, സാർ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ, എനിക്ക് എന്ത് വേണം ചോദിക്കാമല്ലോ. അല്ല സാർ, എനിക്കിതിലൊരു കളർഫുൾ വേഷമാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്, എനിക്ക് കിട്ടിയതൊരു സാധാരണ മുണ്ടും ഷർട്ടുമാണ് സാർ, അതെന്ത് പറ്റിയെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ ചിരിച്ചു. മമ്മൂട്ടിയുടെ അസുഖം മനസ്സിലായി. കാരണം തമിഴ് സിനിമയിൽ പലരും കളർഫുള്ളായിട്ടുള്ള വേഷങ്ങൾ ധരിച്ചിട്ടുണ്ട്, അങ്ങനെ പിന്നെ സ്വപ്ന സീനുകളൊക്കെ ഉണ്ട്, ഇതൊന്നും മമ്മൂട്ടിക്ക് ഇതിലില്ല. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, വളരെ മാന്യമായിട്ട് പക്വതയോടെ പറഞ്ഞു, മമ്മൂട്ടി, പ്രേക്ഷകർക്ക് നിങ്ങളുടെ മുഖം കാണാനാണ് ഇഷ്ടം, നിങ്ങൾ അഭിനയം കാണാനാണ് ഇഷ്ടം, നിങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ എത്ര സമയം വേണമെങ്കിൽ പ്രേക്ഷകർ ഇരിക്കും, കൈയടിക്കും. നിങ്ങളുടെ മുഖത്ത് മാറി മാറി വരുന്ന ഭാവഭേദങ്ങൾ കണ്ട്, കഥാപാത്രത്തിനനുസരിച്ചുള്ള ഭാവഭേദങ്ങൾ കണ്ട് അവർ ഇഷ്ടപ്പെടും. അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്തിനാണ് കളർഫുള്ളായ ഷർട്ടും മുണ്ടും? അതാവശ്യമുള്ള ആർക്കാ? നന്നായിട്ട് അഭിനയം വശമില്ലാത്ത മുഖത്ത് കുന്തം കൊണ്ട് കുത്തിയാൽ പോലും ഒന്നും വരാത്ത ചില നടന്മാരുണ്ടായിരിക്കും. അവർക്കാണ് കളർഫുള്ളായ ഡ്രസ്സിൻ്റെ ആവശ്യം. കാരണം അവർ കളർഫുൾ വേഷം ധരിക്കുമ്പോൾ പ്രേക്ഷകർ ആ കളർഫുൾ വേഷത്തിലേക്ക് നോക്കിയിരിക്കും. അപ്പോൾ അവരുടെ മുഖമൊന്നും ആരും ശ്രദ്ധിക്കാൻ പോവില്ല. നിങ്ങൾ അങ്ങനെയല്ലല്ലോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് അഭിനയിക്കുന്ന നിങ്ങൾ കളർഫുൾ വേഷം കൂടി ധരിച്ചാൽ നിങ്ങളുടെ അഭിനയം ശ്രദ്ധിക്കല്ല പ്രേക്ഷകർ ചെയ്യുക, നിങ്ങൾ ഈ കളർഫുൾ വേഷത്തിലേക്ക് നോക്കിയിരിക്കുക ചെയ്യാൻ വായിക്കണം. ഏതാണ് ശരി, ഏതാണ് വേണ്ടത് എന്ന് ബാലേന്ദ്രൻ വളരെ സാവകാശം മമ്മൂട്ടിയുടെ തോളത്ത് പതുക്കെ തട്ടി ചോദിക്കുക. മമ്മൂട്ടി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായില്ല. മമ്മൂട്ടി ഇരുന്നിടത്തു നിന്ന് എണീറ്റ് ഈ കൈകൂപ്പി പറഞ്ഞു, സാർ, എനിക്ക് ഇതിലും വലിയ ഒരു അവാർഡ് കിട്ടാനില്ല, ഞാനെങ്കിൽ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയാമോ? വേഷത്തിലല്ല, ഭാവത്തിലാണ് കാര്യം. നിങ്ങളുടെ അഭിനയം കാണാനാണ് പ്രേക്ഷകർ വരുന്നത്. നിങ്ങളെ കഥാപാത്രത്തിന് അനുയോജ്യമായിട്ടുള്ള വേഷഭൂഷാദികളാണ് യഥാർത്ഥ സംവിധായകർ കൊടുക്കുന്നത്. അത് മനസ്സിലാക്കാൻ കെ ബാലചന്ദ്രൻ്റെ സിനിമ വേണ്ടി വന്നു മമ്മൂട്ടിക്ക്.